അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ജീവിതത്തിൽ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏതൊരു പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോഴും അടിസ്ഥാനപരമായി കൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് പടച്ചവൻ്റെ സ്വർഗം കരസ്ഥമാക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ പൊതുവെ ഒരു പക്ഷെ നമ്മൾ ചെയ്യാറുണ്ടാവും, എന്നാൽ അത് ഇത്രയും ഗൗരവപ്പെട്ട വിഷയമാണോ എന്ന് ഒരു പക്ഷേ നമുക്ക് അറിവുണ്ടാവില്ല. അതുകൊണ്ട് ചെറിയ നിസ്സാരമാകുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ, ഈ 3 കർമ്മങ്ങൾ നമ്മളിതിൻ്റേതായ ഗൗരവത്തോടു കൂടി കണ്ട് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉന്നതമായ സ്വർഗം പടച്ചതമ്പുരാൻ നമുക്ക് നൽകും എന്നുള്ളതാണ്. അഥവാ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്ഷുസ്സലാം. നബി പറയണേ, നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയാൽ സലാം പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു മുസൽമാൻ മറ്റൊരു മുസൽമാനെ കാണുകയാണെങ്കിലും, അതുപോലെ തന്നെ നമ്മൾ മൊബൈലൊക്കെ വിളിക്കുകയാണെങ്കിലും, നമ്മൾ മൊബൈലൊക്കെ കോൾ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടാൽ എന്തൊക്കെയാണ് വർത്തമാനം പറഞ്ഞ് തുടങ്ങില്ല വേണ്ടത്, മറിച്ച് ഒരു മുസ്ലിമിനാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ സലാം കൊണ്ട് തുടങ്ങണം എന്നുള്ളതാണ്. അതാണ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അഫ്ഷുസ്സലാം, നിങ്ങൾ എന്ത് ചെയ്യുക, പരസ്പരം സലാം പറയുക, സലാം വ്യാപിക്കുക. എന്നിട്ട് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഇപ്പോൾ നോക്കാം, സലാം പറയുന്നുള്ളത് നിസ്സാരമായ കാര്യമല്ലേ, അതിന് വല്ല പണിയുണ്ടോ? നീ നോക്കിക്കോ, അതിൻ്റെ അവസാനം പറയുന്നത് നോക്കിക്കോ. രണ്ടാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക, വിശക്കുന്നവൻ എന്ത് ചെയ്യണം, ഭക്ഷണം നൽകുക എന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നല്ല കാര്യമായിട്ടാണ്, ഏറ്റവും നല്ല കാര്യമായിട്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് പറയണേ, വസല്ലു ബില്ലൈലി വന്നാസി നിയാമൻ തദ്ഖുലുൽ ജന്നത ബിസ്സലാം. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ജനങ്ങളെല്ലാം നിദ്രയിലായിരിക്കെ, ഉറങ്ങുന്ന നേരത്ത് രാത്രി നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ്. ഒന്ന് ആലോചിക്കുക, ഈ 3 കാര്യം വളരെ നിസ്സാരമായി നമ്മൾ എപ്പോഴും ചിലപ്പോൾ ചെയ്യുന്നതായിരിക്കും, പക്ഷേ അതിൻ്റെ ഗൗരവം നമ്മൾ ഇപ്പോഴായിരിക്കും ഒരുപക്ഷെ മനസ്സിലാക്കുക. നിങ്ങളൊന്ന് ആലോചിക്കുക, നിസ്സാരമായ 3 കാര്യം. ഒന്നാമത് പറഞ്ഞാൽ എന്താ, നിങ്ങൾ സലാം പറയുക, അതേപോലെ തന്നെ നിങ്ങൾ ഭക്ഷണം കൊടുക്കുക മനുഷ്യന്മാർക്ക്, അതേപോലെ തന്നെ മൂന്നാമതായിട്ട് പറഞ്ഞു എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് ഈ രാത്രി എണീറ്റ് നമസ്കരിക്കുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ആത്മാർത്ഥമായി ചെയ്താലുണ്ടല്ലോ, അതാണ് റസൂൽ പറയുന്നുണ്ടോ, തദ്ഖുലുൽ ജന്നത ബിസ്സലാം, എങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ സ്വർഗപ്രവേശം ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി എന്ത് ചെയ്യാം, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 3 കാര്യം നമ്മുടെ ജീവിതത്തിൽ മരിക്കോളം നമ്മൾ നിലനിർത്തണം, എന്നാലേ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും.